വേദയുമായി ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് മൃദു ഏട്ടത്തിയെ പിറകിലിരുത്തിക്കൊണ്ട് അമൃത തൻ്റെ ടൂ വീലറുമായി അവിടേക്ക് വന്നു കയറിയത്. വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിയിട്ട ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അനന്തു ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് അവൾ കണ്ടത്. ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ഏട്ടനെ കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു അന്നേരം അവളുടെ മുഖത്തുണ്ടായത്. മൃദുല ഏട്ടത്തെയും കൂട്ടി അവരെ കണ്ട ആവശ്യത്തോടെ പിന്നെ ഒരു ഓട്ടമായിരുന്നു അവിടേക്ക്. പിറകിൽ കയറിയിരുന്ന വേദയും കൊണ്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന അനന്തുവിൻ്റെ വണ്ടിക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ടായിരുന്നു അമൃത അവിടേക്ക് വെപ്രാളപ്പെട്ട് ഓടിയെത്തിയത്. ഒരു നേരെ കിതപ്പോടെ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന അമ്മുവിനെ കണ്ട ഞെട്ടലോടെ അനന്തു പെട്ടെന്ന് വണ്ടി ഓഫ് ചെയ്യുകയായിരുന്നു. അത് കണ്ടയുടനെ വേദ സംശയത്തോടെ പെട്ടെന്നൊന്ന് മുന്നിലേക്ക് എത്തി നോക്കി. അപ്പോഴാണ് അമൃത അവിടെ വന്നു നിൽക്കുന്നത് അവളും ശ്രദ്ധിച്ചത്. അനന്തേട്ടാ, അമ്മ അല്ലേ അത്? അതെ. അവൻ്റെ ആ മറുപടി കേട്ടയുടനെ വേദ വേഗം ബൈക്കിൽ നിന്നും ഇറങ്ങി നിന്നു. ഒപ്പം അനന്തുവും. അവരെ കണ്ട സന്തോഷത്തോടെ അപ്പോഴേക്കും അമ്മ അവരുടെ തൊട്ടു മുന്നിലേക്ക് എത്തിയിരുന്നു. ഏട്ടാ, എത്ര നാളായി ഞാൻ എൻ്റെ ഏട്ടനെ ഒന്ന് കണ്ടിട്ട്. എല്ലാവരോടുള്ള പിണക്കം ഏട്ടൻ എന്നോടും കാണിക്കുകയാണോ? അവരെയൊക്കെ മറന്ന കൂട്ടത്തിൽ ഏട്ടൻ്റെ ഈ അമ്മുവിനെ കൂടി എൻ്റെ ഏട്ടൻ മറന്നു അല്ലേ? പരിഭവം കലർത്തിക്കൊണ്ടുള്ള അവളുടെ ആ ചോദ്യം പെട്ടെന്ന് അനന്തുവിൻ്റെ മനസ്സിലൊന്ന് പിടിച്ചുലച്ചതും അവൻ അവളുടെ തോളിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. മറക്കേ? അത് ഏട്ടന് സാധിക്കുമോ അമ്മോ? പിന്നെന്തിനാ അനന്തുവേട്ടനും കൂടി അവകാശമുള്ള ആ വീട്ടിൽ നിന്ന് എൻ്റെ ഏട്ടൻ മനഃപൂർവ്വം ഇറങ്ങിപ്പോയത്? തൽക്കാലം ഏട്ടൻ അവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നത് തന്നെ അമ്മോ നല്ലത്. അച്ഛൻ്റെയും ഭദ്രയുടെയും ഒക്കെ വാശി ഒന്നടങ്ങട്ടെ എന്ന് കരുതിയാ നിന്റെ അനന്തുവേട്ടൻ ഇപ്പോൾ അവിടേക്ക് വരാത്തത്. ആ വാശി ഇപ്പോഴൊന്നും അവസാനിക്കുന്നത് തോന്നുന്നില്ല അനന്തു. അവർക്കിടയിൽ സംസാരത്തിലേക്ക് പെട്ടെന്ന് മൃദുല കൂടി കടന്നു വന്നപ്പോൾ അനന്തു സ്നേഹത്തോടെ ഏട്ടത്തെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതിനൊപ്പം വേദയും ഒരു ചെറു പുഞ്ചിരി മൃദുലയുടെ നേർക്ക് സമ്മാനിച്ചു. ഭദ്രയുടെ സ്വഭാവം ഓരോ ദിവസം ചെല്ലുന്തോറും വഷളായി വരിക. അതിനൊക്കെ പിരികേറ്റി കൊടുക്കാൻ വനജമ്മായി മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ വാശിയും ദേഷ്യമൊന്നും ഒരിക്കലും കുറയാൻ പോകുന്നില്ല അനന്തു. അതിനെല്ലാം പുറമെ അവൾ പഠിക്കുന്ന കോളേജിൽ ഇപ്പോൾ വേദ കൂടി എത്തിയത് അവൾക്കൊട്ടും സഹിക്കാനും കഴിഞ്ഞിട്ടില്ല. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെങ്കിലും കൈലാസത്തിലെ ഇളയ മരുമകൾ സ്ഥാനം അച്ഛൻ ഇപ്പോഴും അവൾക്ക് തന്നെയാണല്ലോ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഗമയും അഹങ്കാരവുമൊക്കെ ഇന്ന് അവളുടെ മനസ്സിൽ വേണ്ടുവോളം ഉള്ളത് തന്നെയാണ് വലിയൊരു പ്രശ്നം. ആ സ്ഥാനം നിലനിർത്താൻ അവൾ എന്തും ചെയ്യുന്ന മട്ടിലെ അവളുടെ പോക്ക്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒന്ന് സൂക്ഷിക്കണം. വേദയെ നോട്ടം വെച്ച് മൃദു അത് പറയവേ ഏട്ടത്തി പറഞ്ഞതിൻ്റെ പൊരുളെന്തെന്ന് അനന്തുവിനും അന്നേരം മനസ്സിലായിരുന്നു. സൂക്ഷിച്ചോളാം ഏട്ടത്തി എന്നവൻ മറുപടി പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് മൃദുല വേദയുടെ കയ്യിലൊന്ന് പിടിച്ചു നിർത്തിയത്. എന്താ മൃദുവേട്ടത്തി? തെല്ല് സംശയത്തോടെ വേദ അന്നേരം ഏട്ടത്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയതും മൃദുല അവളുടെ കവിളിൽ പതിയൊന്ന് തലോടിക്കൊണ്ട് പുഞ്ചിരിച്ചു. അനന്തുവിൻ്റെ പെണ്ണായി ഭദ്ര വരണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിനകത്തും നേരിയൊരു സങ്കടമുണ്ടായിരുന്നു അവളുടെ സ്വഭാവത്തെക്കുറിച്ച് ഓർത്തപ്പോഴൊക്കെ. എന്നാൽ കുടുംബത്തിലെ എല്ലാവരും ഭദ്രയെ കൈലാസത്തിലെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറപ്പോൾ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ് ഞാനായിട്ടൊരു പ്രശ്നമുണ്ടാക്കരുതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്യതറവാട്ടിൽ നിന്ന് കയറി വന്ന എന്നെപ്പോലൊരു മരുമകൾക്ക് തീരുമാനങ്ങൾ പറയുന്നതിലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഭദ്രയെക്കുറിച്ച് ഞാൻ എന്തു ദോഷം പറഞ്ഞാലും അതിൻ്റെ അസൂയയായിട്ടേ മറ്റുള്ളവർ ചിലപ്പോൾ കണക്കാക്കുള്ളൂ. അതുകൊണ്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ വേദ അനന്തുവിൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോൾ പുറമേ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ നിറയെ ശരിക്കും സന്തോഷമായിരുന്നു. കുട്ടിയോട് ഈ ഏട്ടത്തിക്ക് ഒരു പിണക്കവും ഇല്ല കേട്ടോ. വേദയുടെ ഉള്ളം കൈ ചേർത്ത് വെച്ചുകൊണ്ട് മൃദുല അത് പറയവേ വേദ ഏട്ടത്തിയെ നോക്കി സ്നേഹത്തോടെ വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു. എനിക്ക് മാത്രമല്ല അച്ചുവേട്ടനും അങ്ങനെ തന്നെയാട്ടോ. അനന്തുവിനെ നോക്കി ഒളിക്കണ്ണിട്ടുകൊണ്ട് മൃദുല അത് പറയുമ്പോൾ അവനത് കേൾക്കാത്ത ഭാവത്തിൽ പെട്ടെന്നൊന്ന് മുഖം തിരിച്ചു കളഞ്ഞു. ഏട്ടത്തി പറഞ്ഞത് സത്യം അനന്തു. നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിൽ അച്ചുവേട്ടൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ആ മനസ്സിൽ നിങ്ങളോട് രണ്ടുപേരോടും യാതൊരു ദേഷ്യവും ഇല്ല. പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം ആ പാവത്തിന് തൽക്കാലം പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാ. ആ വിഷമം നിന്റെ അച്ചുവേട്ടൻ എന്നോട് പറയുകയും ചെയ്തു. ഓ, വരവ് വെച്ചിരിക്കണു ഞാൻ. ചെന്ന് പറഞ്ഞേക്ക് അങ്ങേരോട്.
കൈലാസത്തിലെ വിശ്വംഭരൻ എന്ന അച്ഛനെ ഇങ്ങനെ താങ്ങി നിൽക്കാതെ സ്വന്തമായി ചില തീരുമാനങ്ങളൊക്കെ എപ്പോഴെങ്കിലും എടുക്കണമെന്ന്. പിന്നെ ഈ അനന്തുവിനും അങ്ങേരോട് പിണക്കൊന്നുമില്ലെന്ന് കൂടി എൻ്റെ ഏട്ടത്തിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മുഖത്തൊരു കപട ഗൗരവം ഭാവിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ മൃദുല അവനെ നോക്കി അമർത്തിയൊന്ന് മൂളി. ഒപ്പം തലയാട്ടിക്കൊണ്ട് അവളൊന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. അതിനൊപ്പം വേദയും ഏട്ടത്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനെ നോക്കിയൊന്ന് ചിരി അടക്കി പിടിക്കാൻ ശ്രമിച്ചതും അനന്തു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൾക്ക് നേരെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി. അല്ല, നീ ഇനി ഇവർക്കൊപ്പം ഇവിടെ തന്നെ നിൽക്കാനാണോ ഭാവം? ആണെങ്കിൽ പറയണം. എന്നാൽ പിന്നെ എനിക്ക് വേഗം പോവാലോ ഇവിടുന്ന്. ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. മുഖം കയറ്റിപ്പിടിച്ച് വേദയെ നോക്കി അവനത് പറയുമ്പോൾ കുറച്ചു നേരം കൂടി അവർക്കിടയിൽ നിൽക്കാൻ അവൾ അറിയാതെ ആഗ്രഹിച്ചു പോയി. എന്നാൽ തൽക്കാലം ഇപ്പോൾ തനിക്കതൊന്നും സാധിക്കില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു. അന്നേരം ആ മുഖത്തെ സങ്കടം തിരിച്ചറിഞ്ഞതുപോലെയാണ് പെട്ടെന്ന് അമൃത തൻ്റെ ഏട്ടത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നത്. അയ്യോ എൻ്റെ ഏട്ടാ, അങ്ങനെയൊന്നും പറഞ്ഞ് ഈ പാവത്തിനെ വെറുതെ പേടിപ്പിക്കല്ലേ. വേദേട്ടത്തെ വഴിയിൽ ഉപേക്ഷിച്ച് കളയാനൊന്നും എൻ്റെ ഏട്ടന് ഒരിക്കലും സാധിക്കില്ലെന്ന് ഈ അമ്മുവിന് നന്നായി അറിയാം. അതുകൊണ്ട് ഏട്ടത്തെ ഇനിയും ഞങ്ങളിവിടെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നില്ല. കൂടെ കൊണ്ടുപോയിക്കോ ഏട്ടൻ്റെ ഈ പൊന്നു ജീവനെ. ഒരു തമാശയോടെ അമ്മത് പറയവേ അനന്തുവിൻ്റെ ചുണ്ടിലന്നേരം ഒരു പുഞ്ചിരി ഊറി വന്നു. അപ്പോഴേക്കും വേദ അവരോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് അവൻ്റെ ബൈക്കിന് പിറകിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. നിമിഷങ്ങൾക്കകം ആ വാഹനം അവിടെ നിന്നും മെല്ലെ നീങ്ങി തുടങ്ങിയപ്പോൾ അമ്മുവും മൃദുലയും കണ്ണെടുക്കാതെ അവരെ തന്നെയൊന്ന് നോക്കി നിന്നു പോയി. അവർ തമ്മിൽ എന്തൊരു ചേർച്ചയാലേ അമ്മു. മൃദുവേട്ടത്തിയുടെ ആ ചോദ്യം ശരിയാണെന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അമ്മവും അറിയാതെ നിന്ന് പുഞ്ചിരിച്ചു പോയി. കോളേജിനകത്ത് പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ചൂട് ഗംഭീരമായിരുന്നു. മത്സരസ്ഥാനത്തേക്ക് ഭദ്രയുടെ കൂട്ടുകാരിയും നിൽക്കുന്നതുകൊണ്ട് എല്ലാറ്റിനും മുൻപന്തിയിൽ അവളും ഗമയോടെ തന്നെ നിന്നു. പ്രചരണവും തിരഞ്ഞെടുപ്പും എല്ലാം കഴിഞ്ഞ് ബാലറ്റ് പെട്ടി പൊട്ടിക്കുന്നതിൻ്റെ ആകാംക്ഷയോടെ എല്ലാവരും കാതോർത്ത് നിൽക്കുന്ന നേരത്താണ് ഫോൺ എടുക്കാൻ മറന്നു എന്നും പറഞ്ഞ് വേദ ക്ലാസ് മുറിയിലേക്ക് ഓടിക്കയറിയത്. റിസൾട്ട് എന്താകുമെന്ന് അറിയാനുള്ള ആകാംക്ഷ അവളുടെ ഉള്ളിലും അന്നേരം ഉണ്ടായിരുന്നെങ്കിലും മത്സരഫലം പുറത്തായാൽ പിന്നെ ഒച്ചയും ബഹളത്തിനിടയ്ക്ക് ഫോണൊന്ന് റിങ് ചെയ്താൽ പോലും അറിയില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അതിനിടയ്ക്ക് അനന്തേട്ടൻ എങ്ങാനും ഫോൺ വിളിക്കാൻ ശ്രമിച്ചാൽ പിന്നെ തൻ്റെ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിൽ അത് മതിയാകും ആ പാവം വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കാനെന്നും ഓർത്തുകൊണ്ട് അവൾ മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ വേഗം സിബ് തുറന്നുകൊണ്ടവൾ ബാഗിനകത്തേക്ക് കൈയിടുകയായിരുന്നു. ഫോൺ എടുത്ത് കൈ വേഗം പിൻവലിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തൻ്റെ കൈ എന്തിലോ തട്ടി വേദനിച്ചതുപോലെ പെട്ടെന്ന് അവൾക്ക് തോന്നിയത്. ഒരുപക്ഷെ തൻ്റെ എയർപിൻ വല്ലതും ആയിരിക്കുമോ കയ്യിൽ കോറി വച്ചതെന്ന് കരുതി അവളത് വലിയ കാര്യമാക്കാനും നിന്നില്ല. കൈയൊന്ന് ആഞ്ഞുകുടഞ്ഞുകൊണ്ട് അവൾ ഫോണെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ലൗഡ് സ്പീക്കറിൽ അനൗൺസ്മെൻറ്റ് ശബ്ദമുയരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഒന്നും വകവയ്ക്കാതെ കൊട്ടിപ്പടഞ്ഞുകൊണ്ട് ധൃതിയിൽ അവിടേക്ക് ഓടാനായി അവൾ വേഗം ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. 1-2 അടി വെച്ച് അവൾ ഓടാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് ആ ഓട്ടത്തിനിടയിൽ വേദയുടെ കാലുകൾ അറിയാതെ ഒന്ന് ഇടറി തുടങ്ങി. കണ്ണുകൾക്കുള്ളിലെ കാഴ്ച പതിയെ മങ്ങിത്തുടങ്ങി. പെട്ടെന്ന് ഇരുട്ട് വ്യാപിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടപ്പോൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ടവൾ നിന്ന നിൽപ്പിൽ തല കറങ്ങി വീണത് അവൾ പോലും അറിഞ്ഞിരുന്നില്ല. ഐസിയുവിൻ്റെ മുൻപിൽ ചങ്കിടിപ്പോടെ നോക്കി നിൽക്കുന്ന അനന്തുവിനെ കണ്ടാണ് വരുൺ അവിടേക്ക് ഓടിയെത്തിയത്. ആ സമയം അനന്തുവിനൊപ്പം കോളേജിലെ 2-3 ടീച്ചേഴ്സ് കൂടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. വരുണിനെ കണ്ടപാടെ അനന്ത് തളർന്ന മനസ്സോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങിയപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ അവനും അന്നേരം വിഷമിച്ചുകൊണ്ട് അനന്തുവിനെ തൻ്റെ തോളോട് ചേർത്ത് പിടിച്ചു നിന്നു. എന്താടാ ഇത്? ഈ സമയത്ത് നീ ഇങ്ങനെ തളർന്നാൽ എങ്ങനെ അനന്തു? വേദയ്ക്ക് ഒന്നും സംഭവിക്കില്ലടാ, നീ ധൈര്യമായിട്ടിരിക്കേ. എന്നാലും അവൾക്കിത് എന്തു പറ്റിയതാടാ വരുണേ? ഇതിനു മാത്രം എന്ത് തെറ്റാടാ ആ പാവം ചെയ്തത്? ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഞങ്ങൾ. അപ്പോഴേക്കും ഈശ്വരന്മാരെന്തിനാടാ അവളെ എന്നിൽ നിന്നും പിരിക്കാൻ ശ്രമിക്കുന്നത്? ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പരാതി പറഞ്ഞുകൊണ്ട് അനന്തു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ അന്നേരം വരുണും ആകെയൊന്ന് വല്ലാണ്ടായി. ഐസുവിനകത്തേക്ക് അവളെ കയറ്റിയിട്ട് ഒരുപാട് നേരമായി വരുണേ. എന്താ ഏതാ എന്നൊന്നും അവരിതുവരെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ആകെ പേടി തോന്നുവാടാ. ഷോൾഡർ പൊക്കി കണ്ണുകൾ അമർത്തി തുറച്ചുകൊണ്ട് അവനത് പറയവേ ഐസുവിൻ്റെ ഡോറിലേക്ക് നോക്കി വരുൺ അവൻ്റെ തോളിൽ തട്ടിയൊന്ന് ആശ്വസിപ്പിച്ചു.
നീ ഇങ്ങനെ വെറുതെ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ അനന്തു. നമ്മുടെ വേദയ്ക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. നീ ആദ്യം ഒന്ന് സമാധാനിക്കേ. എന്തിനും നിന്റെ കൂടെ ഈ ഞാനില്ലേടാ. വാക്കുകൾ കൊണ്ട് വരുൺ അന്നേരം അവനെ സമാധാനിപ്പിച്ചു നിർത്തിയെങ്കിലും അതിലൊന്നും ആശ്വാസം കിട്ടാതെ എന്ന പോലെ അനന്തു ഐസിയുവിന് മുൻപിലെ ചെയറിൽ തളർന്ന മനസ്സോടെ ഒന്ന് ഇരിപ്പുറപ്പിച്ചു. മുടികളിലൂടെ വിരൽ ഓടിച്ചു വിട്ടവൻ തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ വരുണിന്റെ മനസ്സിനും ആ കാഴ്ച കണ്ട് സഹിക്കാനായിരുന്നില്ല. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത ഒരനാഥനെ പോലെ ഇരിക്കേണ്ടി വന്ന തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അവസ്ഥയിൽ അവൻ്റെ ഉള്ളും അറിയാതെ പിടഞ്ഞു പോവുകയായിരുന്നു അന്നേരം. മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഐസിയുവിന് പുറത്തേക്ക് ഒരു ഡോക്ടർ ഇറങ്ങി വരുന്നത് അവർ കണ്ടത്. ഡോക്ടറെ കണ്ടപാടെ അനന്തു വെപ്രാളപ്പെട്ട് വേഗം അവിടെ നിന്നും എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ, അകത്ത് കിടക്കുന്നത് എൻ്റെ വൈഫാണ്. അവൾക്ക് എന്താ ഡോക്ടർ പറ്റിയത്? ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ട് ഇത്രയും സമയമായിട്ടും ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തു പറ്റിയെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. കോളേജിൽ കുഴഞ്ഞു വീണ് കിടന്ന അവളെയും കൊണ്ട് ഇവിടേക്ക് വന്നിട്ടിപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. എന്നിട്ടും ഒന്നിനും ഒരു ഉത്തരവുമില്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ ആരോടാ ഡോക്ടർ എൻ്റെ വൈഫിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്? വികാരഭരിതനായി പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യാതെ ഡോക്ടർ അവൻ്റെ തോളിൽ തട്ടിയൊന്ന് മന്ദഹസിച്ചു. ഐ നോ മിസ്റ്റർ അനന്തനാരായണൻ, അതാണ് എൻ്റെ പേര്. ഓക്കെ, അകത്ത് കിടക്കുന്നത് താങ്കളുടെ വൈഫാണെന്ന് മനസ്സിലായി. ആ കുട്ടിയുടെ കാര്യം കുറച്ചു മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് കൃത്യമായി എന്തെങ്കിലും പറയാൻ സാധിക്കൂ മിസ്റ്റർ അനന്തനാരായണൻ. കാരണം ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് കൂടിയ വിഷമാണ് കടന്നു ചെന്നിരിക്കുന്നത്. വിഷമോ? എന്തു വിഷം? ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് അവൻ ഡോക്ടറുടെ മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ കേട്ടത് വിശ്വസിക്കാനാകാതെ അന്നേരം അവനൊപ്പം നിൽക്കുന്ന ടീച്ചേഴ്സും വരുണുമെല്ലാം ഒരുപോലെ സ്തംഭിച്ചു നിന്നു പോവുകയായിരുന്നു. അതെ മിസ്റ്റർ അനന്തൻ, ആ കുട്ടിക്ക് നല്ല വിഷമുള്ള പാമ്പിൽ നിന്നാണ് കടിയേറ്റിരിക്കുന്നത്. കൃത്യസമയത്ത് ഇവിടേക്ക് എത്തിച്ചതുകൊണ്ട് ജീവൻ ആപത്തില്ലെന്ന് മാത്രം ഇപ്പോൾ പറയാം. ഞങ്ങൾ നൽകിയ മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയാലേ കൂടുതലായി എന്തേലും പറയാൻ ഞങ്ങൾക്ക് സാധിക്കൂ. അതുവരെ ആ കുട്ടിയുടെ ജീവന് വേണ്ടി സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം മിസ്റ്റർ അനന്തൻ. അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച ശേഷം ഡോക്ടർ അവിടെ നിന്നും നടന്നു പോകുമ്പോൾ അനന്തു നെറ്റിയിൽ ഉരസിക്കൊണ്ട് ആശങ്കയോടെ വരുണിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. കേട്ട വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അനന്തു ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നത്. കോളേജിനകത്ത് നിന്ന് വേദയ്ക്ക് ഇങ്ങനെ ഒരു ആപത്തുണ്ടായത് എങ്ങനെയാ ടീച്ചർ? അവിടുത്തെ ചുറ്റുപാടും അന്തരീക്ഷമൊക്കെ ഇത്രയ്ക്ക് ഭീകരമാണോ? വാക്കുകളിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ടീച്ചറുടെ മുൻപിൽ അവൻ നിൽക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ അവരും ആകെ കുഴങ്ങി. സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്കും കൃത്യമായി അറിയില്ല അനന്തൻ. കോളേജ് വരാന്തയിൽ തലചുറ്റി കിടക്കുന്ന വേദയെ കണ്ടാണ് എല്ലാവരും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. ആദ്യം കരുതിയത് BP കുറഞ്ഞതാണെന്നാണ്. അതേസമയം വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയുടെ തലചുറ്റൽ സാധാരണഗതിയിൽ ചില വിശേഷങ്ങളുടെ കൂടി ലക്ഷണങ്ങളാണല്ലോ എന്ന് തോന്നിപ്പോയെങ്കിലും ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് ഞങ്ങൾ വേദയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോഴേക്കും ആ കുട്ടിയുടെ വായിൽ നിന്നും ചെറുതായി നുരയും പതയൊക്കെ പുറത്തേക്ക് വരുന്നതാണ് ഞങ്ങളും കണ്ടത്. സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഞങ്ങൾ ഒഴിഞ്ഞു മാറുകയല്ല. പകരം എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കോളേജിലെ CCTV പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായൊരു മറുപടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കൂ അനന്തൻ. എന്നാൽ അതിനൊക്കെ പുറമെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വേദയുടെ ആരോഗ്യം പഴയതുപോലെ തിരിച്ചു കിട്ടണമെന്നല്ലേ അനന്ത? ആ കുട്ടിയുടെ ജീവന് ആപത്തൊന്നുമില്ലെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. തലമുതിർന്ന ടീച്ചറുടെ ആ സംസാരത്തിൽ കാര്യമുണ്ടെന്ന് കേട്ടു നിൽക്കുന്ന വരുണിനും മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് തൽക്കാലം അനന്തുവിനെ സമാധാനിപ്പിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അവനും തോന്നിയത്. ഡാ അനന്തു, ടീച്ചർ പറയുന്നതിലും കാര്യമുണ്ടടാ. ആദ്യം നമ്മുടെ വേദ ഈ അവസ്ഥയിൽ നിന്നൊന്ന് തിരിച്ചു വരട്ടെ. അതിനുശേഷം ആകാം നമുക്ക് ബാക്കിയൊക്കെ ചിന്തിക്കുന്നത്. അവൻ്റെ തോളിൽ തട്ടി വരുൺ അത് പറയവേ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അനന്തു വീണ്ടും തൻ്റെ പാതിയായവൾ കിടക്കുന്നിടത്തേക്ക് എത്തുവരിഞ്ഞ് നോക്കിയ ശേഷം നിരാശയോടെ വീണ്ടും അവൻ തല താഴ്ത്തി ബെഞ്ചിൽ അമർന്നിരുന്നു. കൈലാസത്തിലെ വീട്ടിലെല്ലാവരും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വരുണിൻ്റെ കോൾ പെട്ടെന്ന് അച്ചുവിൻ്റെ ഫോണിലേക്ക് വന്നത്. കഴിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ അതെടുത്ത് അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലേക്ക് ഇട്ടുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. എന്താടാ പതിവില്ലാതെ ഈ നേരത്ത്? ഭക്ഷണം കഴിക്കുന്ന നേരത്തെങ്കിലും നിനക്ക് ആ ഫോണൊന്ന് മാറ്റി വെച്ചൂടെ വരുണേ?
അവനൊരു തമാശയോടെ അത് ചോദിച്ചതും മറുതലക്കിൽ നിന്നുള്ള വരുണിൻ്റെ നിശബ്ദത കൂടി വന്നപ്പോൾ അച്ചു കഴിക്കുന്നത് മതിയാക്കി പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു. വേഗം സ്പീക്കർ ഓഫ് ചെയ്തു. അവൻ അവിടെ നിന്നും മാറി നിന്ന് ഫോൺ ചെവിയിലേക്ക് വെച്ചത് കണ്ടപ്പോൾ അവൻ്റെ പെരുമാറ്റത്തിൽ എല്ലാവർക്കും ഒരുപോലെ സംശയം തോന്നുകയായിരുന്നു. അതിനിടയിൽ വരുൺ വേദയ്ക്ക് സംഭവിച്ച കാര്യങ്ങളും ഹോസ്പിറ്റലിലെ അവസ്ഥയുമെല്ലാം അച്ചുവിനോട് വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഞെട്ടലോടെ എല്ലാം മൂളിക്കേട്ടുകൊണ്ട് അവൻ നിൽക്കുമ്പോഴും കൈലാസത്തിലെ ബാക്കിയുള്ളവരുടെ എല്ലാം മുഖത്ത് ആശങ്ക പടർന്നു പിടിക്കുന്നത് ഫോൺ വിളിക്കിടയിലും അച്ചു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ചുവേട്ടൻ്റെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ഫോൺ വിളിയും പെരുമാറ്റവുമെല്ലാം മൃദുലയിലും സംശയത്തിനിടയാക്കിയപ്പോൾ അവളും കഴിക്കുന്നത് മതിയാക്കി അവിടെ നിന്നും വേഗം എഴുന്നേറ്റു. അതിനൊപ്പം രേണുകയും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ അച്ചു കാര്യം? എന്തിനാ വരുണ ഇപ്പോൾ നിന്നെ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? അതമ്മേ. അമ്മയുടെ ചോദ്യത്തിന് മുൻപിൽ അവൻ ഒരൽപ്പം ഉഴറുന്നത് കണ്ട് രേണുവയുടെ സംശയം ഒന്നുകൂടി ഇരട്ടിക്കാൻ തുടങ്ങി. എന്താ അച്ചു നീ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത്? നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. പറയടാ, എൻ്റെ മോന് എന്തേലും ആപത്ത് പറ്റിയോടാ? ഇല്ലമ്മേ, അന്തുവിന് പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രശ്നം ആ കുട്ടിക്കാ. ആർക്ക്? വേദയ്ക്കോ? അതെ, ആ കുട്ടിക്ക് കോളേജിനകത്തു നിന്നും വിഷപ്പാമ്പിൻ്റെ കടിയേറ്റെന്ന വരുണിപ്പോൾ വിളിച്ചു പറഞ്ഞത്. ഇത്രയും നേരമായിട്ടും ബോധം തെളിഞ്ഞിട്ടില്ലെന്നാ കേട്ടത്. ഐസിയുവിന് അകത്താണ് വേദ. അല്പം സീരിയസ് ആണമ്മേ കാര്യങ്ങൾ. കേട്ട നിമിഷം മൃദുലയും രേണുവുമെല്ലാം ഒരുപോലെ സ്തംഭിച്ചു നിന്നു. എൻ്റെ കൃഷ്ണ, ഞാൻ എന്തായി കേൾക്കുന്നത്? ആ കുട്ടിയെ പാമ്പ് കടിക്കേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ചു. ഞാൻ പറഞ്ഞത് സത്യം അമ്മേ. സംഭവിച്ചത് എന്താണെന്ന് ആർക്കും ഒന്നും അറിയില്ല. എല്ലാവരും ഇപ്പോൾ ആകെ തളർന്ന അവസ്ഥയിലവിടെ. എൻ്റെ ഭഗവാനെ, കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ആ കുട്ടിക്ക് ആപത്തൊന്നും വരുത്തതേ കൃഷ്ണ. അച്ചു, ഇനിയിപ്പോൾ നമ്മൾ എന്താടാ ചെയ്യുക? എൻ്റെ കുട്ടി ഇപ്പോൾ ആകെ തളർന്നിരിക്കുന്നുണ്ടാവും അവിടെ. എൻ്റെ കൈയും കാലാകെ വിറച്ചിട്ട് വയ്യ അച്ചു. ഒരു തളർച്ചയോടെ രേണു അത് പറയവേ അവിടെയുള്ള കസേരയിൽ പിടിച്ചിരിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവരുടെ കൈവിറച്ച് കസേര പെട്ടെന്ന് തെന്നിപ്പോയിരുന്നു. അപ്പോഴേക്കും അച്ചുവും മൃദുലയും കൂടി രേണുവിനെ താങ്ങിപ്പിടിച്ച് അവിടെ മെല്ലെയൊന്ന് ഇരുത്താൻ ശ്രമിച്ചു. അച്ചു, നമ്മുടെ അനന്ത ഒരു പാവാടാ. അവനാകെ തളർന്നു പോയിട്ടുണ്ടാകും. നമ്മളല്ലാതെ ഈ ഒരവസ്ഥയിൽ അവനെ ആശ്വസിപ്പിക്കാൻ വേറെ ആരാടാ ഉള്ളത്? കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രേണു അത് പറയുമ്പോൾ അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അച്ചുവിനും തോന്നി. സ്വന്തം അനിയനൊരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കേണ്ടത് ഏതൊരേട്ടൻ്റെയും കടമയാണെന്ന് അവൻ്റെ മനസ്സന്നേരം ഉറപ്പിച്ചു പറയുകയായിരുന്നു. ചിലതെല്ലാം മനസ്സിൽ നിശ്ചയിച്ച ഭാവത്തിൽ അവൻ അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അച്ചുവിൻ്റെ അരയിൽ മുറുകെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് രേണുകയും സമാധാനിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത്രയും സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറിയിട്ടും ഒരക്ഷരം പോലും ഉരിയാടാതെ വിശ്വംഭരൻ അപ്പോഴും ഭക്ഷണം കഴിച്ചിരിക്കുക തന്നെയായിരുന്നു. എല്ലാം കേട്ടിട്ടും തൻ്റെ അച്ഛൻ എന്താണ് ഒന്നും സംസാരിക്കാത്തതെന്ന് തോന്നൽ അച്ചുവിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. എന്നാൽ ഈയൊരവസ്ഥയിൽ തൻ്റെ അനന്തുവിനെ തനിച്ചാക്കരുതെന്ന് മാത്രമായിരുന്നു അവൻ്റെ മനസ്സപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിനുവേണ്ടി അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് തന്നെ പോകാമെന്ന് കരുതിയതുകൊണ്ടാണ് അച്ഛൻ്റെ പ്രതികരണം അറിയാനായി അവനും അയാളുടെ അടുത്തേക്ക് ചെന്നത്. അച്ഛാ. അവൻ്റെ ആ വിളിയിൽ ഗൗരവം വെടിയായി തന്നെ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി അയാൾ അവിടെ നിന്നും എഴുന്നേറ്റു. അച്ഛാ, നമ്മുടെ അനന്തുവിൻ്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല. ആ കുട്ടിയെ പാമ്പ് കടിച്ചെന്ന വരുൺ അല്പം മുമ്പ് വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് ഒരല്പം സീരിയസ് ആണ്. ഞാനൊന്ന് അവിടം വരെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛൻ എതിരൊന്നും പറയരുത്. പതിഞ്ഞ ശബ്ദത്തിൽ അയാളെ നോക്കി അച്ചു അത് പറയവേ വിശ്വംഭരൻ ഒരു പുച്ഛത്തോടെ അവനെ ഒന്ന് നോക്കി. സ്വന്തമായി തീരുമാനമെടുക്കാനൊക്കെ നീയും തുടങ്ങിയെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ അനുവാദത്തിനായി ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? പോയിക്കൂടെ നിനക്ക് നിൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ അടുത്തേക്ക്? ഞാനാരെയും ഇവിടെ തടഞ്ഞു വെച്ചിട്ടില്ല. നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പിന്നെ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ അവൻ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ എന്ന്. അതിൻ്റെയൊക്കെയാ ഇപ്പം ഈ കാണുന്നത്. ചെന്ന് കൂട്ടിരിക്കുക അവനൊപ്പം. പൊരുത്തവും മുഹൂർത്തമൊക്കെ നോക്കി താലിയിട്ട് നിശ്ചയിച്ച ഒരു പെൺകുട്ടിയെ വേദനിപ്പിച്ച് കൂടെ കൂട്ടിയതല്ലേ അവൻ അവളെ. അപ്പോൾ പിന്നെ ഇതും ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. വേഗം ചെന്ന് നീ നിൻ്റെ അനിയനെ ആശ്വസിപ്പിക്കാൻ നോക്ക്. ഇനി ആ ഒരു കുറവ് കൂടിയല്ലേ ബാക്കിയുള്ളൂ. അയാൾ കൈ കഴുകാൻ ഭാവിച്ചുകൊണ്ട് വാഷ് ബേസിലേക്ക് കാർക്കിച്ചൊന്ന് തുപ്പിയത് കണ്ടപ്പോൾ അത് സഹിക്കാനാകാതെ അച്ചു പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും ദേഷ്യത്തോടെ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി.